ചുരുങ്ങിയ സമയം കൊണ്ട് കമ്പോസ് ചെയ്യപ്പെട്ട് മലയാള സിനിമയിൽ അങ്ങേയറ്റം പ്രേക്ഷക പ്രീതി നേടിയിട്ടുള്ള പാട്ടുകൾ ധാരാളമുണ്ട്. ഇന്നും അന്നത്തെ പോലെ തന്നെ ഈ പറഞ്ഞ പാട്ടുകൾക്ക് വലിയ സ്വീകാര്യത തന്നെയാണുള്ളത്. ചില പാട്ടുകൾ ഇറങ്ങി അത് വലിയ രീതിയിൽ ഹിറ്റായി കഴിഞ്ഞാൽ അതെല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരിക്കുകയും ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കിടയിലുള്ളത്. എന്നാൽ സോഷ്യൽ മീഡിയകൾക്ക് സമൂഹത്തിൽ അത്രയധികം സ്വാധീനമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ പാട്ടുകൾക്ക് അത്തരത്തിലുള്ളൊരു സ്വീകാര്യത ഉണ്ടാവുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. അതിനുദാഹരണങ്ങളായി മലയാളത്തിൽ നിന്നും ഇറങ്ങിയ പാട്ടുകൾ നാം ധാരാളം കേട്ടിട്ടുള്ളതുമാണ്. എന്നാൽ ഏതാനും മണിക്കൂറുകളെടുത്ത് കമ്പോസ് ചെയ്ത് പിന്നീട് വലിയ ഹിറ്റായി മാറിയ ഒരു പാട്ടിനെ പറ്റി പറയാം. വർഷം 2000. ദേവദൂതൻ എന്ന സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ്. സംവിധായകനായ സിബി മലയിലും സഹപ്രവർത്തകരും ഒന്നിച്ച് താമസിച്ചിരുന്ന വീട്ടിലേക്ക് സിനിമയുടെ മ്യൂസിക് കമ്പോസിങ്ങിനായി വിദ്യാസാഗറിനെ എത്തിച്ചു. പക്ഷേ കാസ്റ്റിംഗ് ആവശ്യത്തിനായി മുംബൈ വരെ പോകേണ്ടിയിരുന്ന സിബി മലയിൽ വിദ്യാസാഗറിനോട് പറഞ്ഞു, എന്നാൽ പിന്നെ പരിപാടി നടക്കട്ടെ, ഞാൻ മുംബൈ വരെ പോവുകയാണ്, വൈകുന്നേരം തിരിച്ചു വരും, അപ്പോഴത്തേക്കും ഏകദേശം ട്യൂൺ ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി. ഈ പാട്ടിൻ്റെ സിറ്റുവേഷൻ നേരത്തെ ഡിസ്കസ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് തന്നെ വിദ്യാസാഗറിൻ്റെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടായിരുന്നിരിക്കണം. അതായത് കാഴ്ചയില്ലാത്ത നായകൻ നിഖിൽ മഹേശ്വർ തൻ്റെ കാമുകിയായ അലീനയോട് തങ്ങളുടെ പ്രണയത്തെപ്പറ്റി വർണ്ണിക്കുന്നതാണ് സിറ്റുവേഷൻ. കണ്ണുകളിൽ മുഴുവൻ ഇരുട്ടാണെങ്കിലും തൻ്റെ കാമുകിയായ അലീനയുടെ കരസ്പർശം ഒരു വെളിച്ചമായി മനസ്സിൽ പതിക്കുന്നത് വളരെ മനോഹരമായി ഈ പാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം വേദനകൾ മനസ്സിലുള്ള നായകൻ്റെ ഈ വർണ്ണനയിൽ ഒരല്പം വിരഹം കൂടി ചേർത്ത് കമ്പോസ് ചെയ്തേക്കാം എന്ന ഐഡിയ വിദ്യാസാഗറിൻ്റെ മനസ്സിൽ മുമ്പ് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ടാവണം പാട്ടിൻ്റെ അനുപല്ലവിയോടടുക്കുമ്പോൾ ആ വിരഹം നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സിബി മലയിൽ റെഡിയാവാൻ തൻ്റെ മുറിയിലേക്ക് പോയി. അരമണിക്കൂറോളം സമയമെടുത്തു അദ്ദേഹം ഒരുങ്ങാൻ. അതിനുശേഷം താഴത്തെ മുറിയിലെത്തി എല്ലാവരോടും ഒന്നുകൂടി യാത്ര പറയാൻ വന്ന സിബിയോട് വിദ്യാജി ഇങ്ങനെ പറഞ്ഞു, ആ ട്യൂൺ റെഡിയായിട്ടുണ്ട് കേട്ടോ, വേണമെങ്കിൽ ഒന്ന് കേട്ടിട്ട് പോയിക്കോ. അത്ര സമയത്തിനുള്ളിൽ കമ്പോസ് ചെയ്ത് കൈതപ്രം അതിന് വരികളും എഴുതി അതിൻ്റെ പല്ലവി അദ്ദേഹത്തിന് അവർ കേൾപ്പിച്ചു കൊടുത്തു. കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്. സെക്കൻഡ് സ്റ്റാൻസയിൽ വരുന്ന മിഴികളെന്തിനാണു വേറെ മൃദുലമീ കരങ്ങളില്ലേ അരികിലെന്നു നീല്ലയോ എന്ന വരിയിൽ വ്യക്തമാണ് നിഖിൽ മഹേശ്വറും അലീനയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ ആഴവും വ്യാപ്തിയും. 24 വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇപ്പോഴും ഈ പാട്ട് കേട്ട് ആസ്വദിക്കാത്തവരായി ആരും തന്നെയില്ല. ദേവദൂതൻ കാലം തെറ്റിയിറങ്ങിയ സിനിമയാണെന്നും ഇന്നാണിത് റിലീസ് ചെയ്തിരുന്നതെങ്കിൽ അർഹിച്ച അംഗീകാരം ലഭിക്കേണ്ട സിനിമയായിരുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ ഈ സിനിമയുടെ പാട്ടുകൾക്ക് അന്നും ഇന്നും മികച്ച സ്വീകാര്യത തന്നെ ഉണ്ടെന്നുള്ളത് നിസ്സംശയം പറയാനാവും. ഈ ചിത്രത്തിൽ തന്നെയുള്ള പൂവേ പൂവേ പാലപ്പൂവേ മണമെത്തിരി കരളിൽ തായോ മോഹത്തിൻ മകരം ദം ഞാൻ പകരം നൽകാം എന്ന ഗാനം അക്കാലത്തും യുവജനങ്ങൾക്കിടയിൽ വലിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ചു. ഒരുപാട് തവണ ആസ്വദിച്ചിട്ടുള്ള എല്ലാ തലമുറയിൽപ്പെട്ട ആളുകളെയും സ്വാധീനിച്ചിട്ടുള്ള കരളെ നിൻ കൈ പിടിച്ചാൽ എന്ന ഈ ഗാനം വെറും അരമണിക്കൂറിൽ തീർന്നതാണെന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. ഇതുപോലെ മലയാളത്തിൽ നിന്നുണ്ടായിട്ടുള്ള മറ്റു പാട്ടുകൾ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാമോ?